ഇന്ന് രാവിലെ നടക്കാനിറങ്ങിയപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. മറ്റൊന്നുമില്ല, നടന്നിട്ട് വന്നിരിക്കുമ്പോഴത്തേക്ക് പാർക്കിൻ്റെ പടികളിൽ പെട്ടെന്ന് കുറേ എറുമ്പുകൾ ഇങ്ങനെ പോകുന്നതായിട്ട് കണ്ടു. ഞാൻ സാധാരണ എടുക്കാറുള്ള കുറച്ച് കപ്പലണ്ടി അത് ഞാൻ എടുത്തിട്ട് കൊടുത്തു. കുറച്ച് നേരം ആരെയും കണ്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് 2-3 കാക്കകൾ വന്നു. ഒരു കാക്കച്ചി വന്നിരുന്നിട്ട് എന്നോട് 2-3 പ്രാവശ്യം ചോദിച്ചു. ഞാൻ 2-3 പ്രാവശ്യം ഇട്ട് കൊടുത്തു. നിറയെ എടുത്തിട്ട് അതങ്ങ് മുകളിലേക്ക് പറഞ്ഞു പോയി. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ സൈഡിൽ ഇദ്ദേഹം ഈ 2-3 പേർ വീരന്മാർ വന്ന് ആ കപ്പലണ്ടിയെ കടിച്ചെടുക്കുന്നത് കണ്ടു. ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ വീഡിയോയിൽ പകർത്താം. അങ്ങനെ പകർത്തിയ വീഡിയോ ആണ്. അങ്ങനെ നോക്കിയിരുന്നപ്പോഴത്തേക്ക് ഇവർ 3-4 പേരും കൂടെ ഇതൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട്, ഇതിനൊന്ന് പൊക്കി എടുത്തുകൊണ്ട് പോകാനായിട്ട്. പക്ഷേ അവർക്ക് പറ്റുന്നില്ല, കുറച്ച് വെയിറ്റ് കൂടുതലാണ്. ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാലും ഒന്ന് നോക്കാം ഇവരെത്രമാത്രം ട്രൈ ചെയ്യുന്നുണ്ടെന്ന്. ഇത് സാധാരണ ഈ കപ്പലണ്ടി ഞാൻ കൊണ്ടുപോകാറുള്ളത് അണ്ണാൻ എന്ന് പറയുന്ന സാധനം അറിയായിരിക്കും അല്ലേ, സ്കുരൽ. അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് രാവിലെ ഇങ്ങനെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ വന്നിരിക്കും, അവിടെ ഇരുന്ന് നോക്കിയിട്ട് പോകും. അപ്പോൾ അതെന്തെങ്കിലും പ്രതീക്ഷിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോഴാണ് ഞാൻ കുറച്ചു നേരം കാത്തിരുന്നപ്പോൾ അവരാരെയും കണ്ടില്ല. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ബിരുദന്മാരെ ഇവിടെ കണ്ടത്. അപ്പോൾ ഇവരുമായിട്ട് കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട്, ഇവരാരും ഉപദ്രവിക്കുന്നില്ലല്ലോ. നമ്മൾ അങ്ങോട്ട് ഉപദ്രവിച്ചില്ലെങ്കിൽ ഈ പാവങ്ങൾ ആരും ഉപദ്രവിക്കില്ല. അവരിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷെ അവരൊരുപാട് ട്രൈ ചെയ്തു, മാറിപ്പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കാണ് ഞാൻ കണ്ടില്ല, അവർ വലിച്ചെടുത്ത് അത് അവരുടെ കൂട്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. ഓക്കെ, 3 പേരും കൂടെ ചേർന്നിട്ട് അത് വലിച്ച് അവരുടെ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോയി. അതാണ് ഞാൻ ഈ നോക്കുന്നത്. പക്ഷേ കുറച്ച് താമസിച്ചുകൊണ്ട് എനിക്ക് നല്ല വീഡിയോ കിട്ടിയില്ല. ഇതായിരിക്കും പറയുന്നതല്ല എല്ലാവരും, ഒത്തുപിടിച്ചാൽ മലയും മറിക്കാം. അത് കണ്ടില്ലേ, അത് ഒരുമയുടെ ഒരു സിമ്പിളാണത്. കണ്ടില്ലേ, അവരവരുടെ കൂട്ടിലേക്ക് അത് കൊണ്ടുപോവാണ്. പക്ഷേ ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. അദ്ദേഹം ഒന്ന് ട്രൈ ചെയ്യുന്നു, പക്ഷേ വിട്ടു, കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ തപ്പി നോക്കിയപ്പോഴത്തേക്ക് അവിടെ ആരെയും കാണുന്നില്ല. ആ 3 പേരും കൂടെ അത് വലിച്ചു കൊണ്ടുപോയി. ഇവിടെ ഒരാൾ കാത്തു നിൽപ്പുണ്ട് അവർ വരാനായിട്ട്. ഇതാർക്കും കൊടുക്കില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ അണ്ണാൻ വന്നു എൻ്റെ സൈഡിൽ നിന്ന് മോട്ടിച്ചുകൊണ്ട് പോയിട്ട്. ഇത് മോട്ടിച്ചുകൊണ്ട് പോയിട്ട് തന്നെയാണ്, ഞാൻ കൊടുത്തതല്ല. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ഓൾറെഡി അടിച്ചുകൊണ്ട് പോയി. അങ്ങനെ പുള്ളിക്കാരൻ പോയിരുന്ന് എന്ത് രസമല്ലേ, കടിച്ച് തിന്നുന്ന ഒരു രീതി കണ്ടില്ലേ, ഈ ഇരുത്തവും ആ ഒരു ഗോജിയസ് ലുക്ക്. ഇതാ തിരിച്ചു വരുന്നു. അത് തിന്ന് തീർത്തു കേട്ടോ. എന്നിട്ട് പതുക്കെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ഇവിടെ മോട്ടിക്കാൻ നിൽക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു മോട്ടിക്കൊന്നും വേണ്ട, ഞാൻ തന്നെ തരാം. അങ്ങനെ ഞാൻ കയ്യിലെടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കയ്യിലെടുത്ത് അതിന് മുമ്പ് തന്നെ ആശാൻ ഒരെണ്ണം അടിച്ചുകൊണ്ട് പോയി അവിടെ നിന്ന്. അങ്ങനെ അത് തിന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഓക്കെ, പക്ഷേ അത് ഭയങ്കര അലേർട്ടായിട്ടാണ് തിന്നുന്നത്, കണ്ടില്ലേ. ഓക്കെ, അത് മുഴുവൻ കടിച്ച് തിന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് മറ്റൊന്നിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാവുള്ളൂ. നമ്മളെപ്പോലെ കൊണ്ടുവന്ന് കൂട്ടി വെച്ചിട്ട് ഒന്നും ചെയ്യാറില്ല. അവർക്ക് അന്നുള്ളത് അന്ന് കിട്ടും. വന്നു എടുത്തു പോയി. അദ്ദേഹം പോയിരുന്നു, അപ്പുറത്ത് പോയിരുന്നു, നന്നായിട്ട് കഴിക്കുന്നു. എന്തോ ഒരു സുഖം. അന്നെന്നുള്ളത് അന്നന്ന് തപ്പുക, അന്നന്ന് കിട്ടുക. അത് നമ്മളെപ്പോഴുള്ള ആരെങ്കിലും കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അത്രയും സന്തോഷം. അല്ലെങ്കിൽ തന്നെ അവരെവിടെയെങ്കിലുമൊക്കെ തപ്പിപ്പിടിച്ചത് തിന്നും. അവർക്ക് ഈശ്വരൻ കൊടുത്തോളും എവിടെന്നെങ്കിലുമൊക്കെ. അതാണ്ടില്ല. പുള്ളിക്കാരൻ്റെ ആക്ച്വലി വീട് എവിടെയാണ്. ഒരു കപ്പിളാണ് കേട്ടോ. ഒരു ലേഡിയുണ്ട്. പുള്ളിക്കാരത്തി അവിടെ കാണുന്നില്ല. ഇന്നലെയൊക്കെ കണ്ടിരുന്നു അവിടെ. മുകളിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ഡാർക്കായപ്പോഴത്തേക്ക് ഞാൻ വിട്ടു. ഇതെൻ്റെ അടുത്ത് നിന്ന് 2ാമതെടുത്തതാണ്. ഈ കാക്കച്ചിക്കാണെങ്കിൽ ഭയങ്കര ആദ്യം കൊടുത്ത കാക്കച്ചിക്ക് കുറച്ച് കോംപ്ലക്സ് ഫിറ്റ് ചെയ്തെന്ന് തോന്നുന്നു. പുള്ളിക്കാരത്തി ഇതിനെ കുറച്ച് അറ്റാക്കിനൊക്കെ വന്നിരുന്നു. അപ്പം പുള്ളിക്കാരൻ ഭയങ്കര അലേർട്ടാണ്, കഴിക്കുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു വന്നു കഴിഞ്ഞാൽ ഉടനെ മുങ്ങും. അപ്പോഴാണ് ഈ കറുത്ത ഒരു എറുമ്പ് അതൊക്കെ കയറിപ്പോയി. പക്ഷെ ഞാനും നോക്കിയിരിക്കുമ്പോഴത്തേക്ക് അത് എവിടെയോ പോയി വാക്കില്ലാണ്ട് കടിച്ചെന്ന് തോന്നുന്നു. അതാണ് സംഭവിച്ചത്. അത് കടിച്ചിട്ട് അതങ്ങ് പോയി. അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ കണ്ടിന്യൂ ചെയ്യുകയാണ് ചാപ്പാട്. ഓക്കെ, കിട്ടുന്ന കപ്പലണ്ടി മുഴുവൻ കഴിച്ച് തീർക്കുകയാണ്. ഇന്ന് എന്തെങ്കിലും കൊളസ്ട്രോൾ ഒന്ന് കൂടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു എന്തായാലും സ്നേഹം കൊണ്ട് കൊടുക്കുന്നതല്ലേ, കൊടുക്കാമെന്ന് വിചാരിച്ചു. പുള്ളിക്കാരൻ പിന്നെ ഭയങ്കര കമ്പനിയായി, കയ്യിൽ നിന്ന് എടുത്ത് തിന്നാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് പേരുടെയും കൂടെ കണ്ടു. പുള്ളിക്കാരത്തി അവിടെ വന്നു. പുള്ളിക്കാരത്തി കുറച്ച് കഴിയുമ്പോൾ വന്നു. ഭയങ്കര പേടിയാണ്. പക്ഷെ ഒന്ന് എടുത്തുകൊണ്ട് പോയി കേട്ടോ. അങ്ങനെ അവർ 2 പേരും മാറി കഴിക്കാൻ തുടങ്ങി. ഞാൻ തപ്പി നോക്കിയപ്പോഴത്തേക്ക് അങ്ങ് ഓടിച്ചെന്നിട്ട് പുല്ലിരുന്ന് കഴിക്കുകയാണ്. മറ്റേ ആൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരത്തി അവിടെ പോയിരുന്ന് കഴിക്കാം. ഓക്കെ, ഇപ്പം തന്നെ ഈ കാക്കച്ചി ഭയങ്കര പ്രശ്നമാണ്. കാക്കച്ചിക്ക് കോംപ്ലക്സാണ്. അതാണ്ടില്ലേ, പുള്ളിക്കാരത്തിക്ക് ആദ്യം കൊടുത്തത് പോരാ. പുള്ളിക്കാരത്തി ഇപ്പോൾ ഇവരെ വിരട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ പുള്ളിക്കാരത്തി കൊടുക്കുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി. പിന്നെ കൊടുക്കാൻ നോക്കി, പക്ഷേ മൂപ്പര് വിട്ടില്ല. പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നു അതെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കട്ടെ ഇവർ വരുമോ എന്നുള്ളത്. പക്ഷേ താഴേക്കാണ് വന്നത്. വീണ്ടും വന്ന് ഒരെണ്ണം എടുത്തിട്ട് പോയി. അത് എടുക്കാൻ പറ്റിയില്ല. വീണ്ടും വന്നു വളരെ സൗകര്യമായിട്ട് എടുത്തോണ്ടങ്ങ് പോയി. സന്തോഷമായി. പക്ഷെ കൊടുക്കുമ്പോഴത്തേക്ക് ഒരു സന്തോഷമുണ്ട് കേട്ടോ. നമ്മുടെ അടുത്തേക്ക് പ്രകൃതി ഇണങ്ങി വരുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വളരെ സന്തോഷമായിട്ട് തോന്നുന്നുണ്ട്. പ്രകൃതിയായിട്ട് ചേർന്നിരിക്കുന്ന അത്രയും നിമിഷം ലോകം മറന്നാഞ്ഞായിരുന്നു. അത്രയും പേര് അവിടുത്തെ ആരൊക്കെ പോയി അതിലെ എനിക്കറിയില്ല. ആരൊക്കെ എന്നെ നോക്കി അതും എനിക്കറിയില്ല. ഞാനങ്ങ് മറന്നിരിക്കുകയായിരുന്നു പ്രകൃതിയായിട്ടിരിക്കുമ്പോഴത്തേക്ക്. അതൊരു പ്രത്യേക സുഖമാണ് കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം ഈ മൃഗങ്ങളുണ്ടല്ലോ, പാവങ്ങളാണ്. അവർ നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കുറേ ജീവികളാണ്. അവർ ഉപദ്രവിക്കേണ്ട പ്രകൃതിനെ നമ്മൾ വിട്ടു കഴിഞ്ഞാൽ എന്ത് സന്തോഷമായിട്ടാണ് അവർ ജീവിച്ചു പോകുന്നതല്ലേ. ഓക്കെ, എല്ലാ മനുഷ്യരും ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ ഒരു മരം വെട്ടുമ്പോഴോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക പുല്ല് വെട്ടുമ്പോൾ വരെ നമ്മൾ ആലോചിക്കുക അവിടെ മറ്റ് ജീവജാലങ്ങളും ജീവിക്കുന്നുണ്ട്, അവർക്കും കൂടെയാണ് ഈ ഭൂമി എന്ന് മനസ്സിലാക്കിയാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് ഈ നേച്ചറിൽ അങ്ങനെ ജീവിച്ചു പോകാം. കണ്ടില്ലേ, അവർ പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയി. അവർക്ക് ഒരു പ്രശ്നമില്ല. വന്നു എടുത്തു തിന്നു പോയി, വന്നു എടുത്തു തിന്നു പോയി. ഇങ്ങനെയായിരുന്നു. ഞാൻ കയ്യിൽ വെച്ച് കൊടുക്കും, പുള്ളിക്കാരൻ വരും എടുക്കും. പിന്നെ എൻ്റെ കയ്യിലൊക്കെ കയറിയിട്ടൊക്കെയാണ് എടുക്കാൻ തുടങ്ങിയത്. പുള്ളിക്കാരത്തി ഇച്ചിരി ഒരു ഷൈ ആണ്, ബിക്കോസ് ഞാനൊരു മെയിലാണല്ലോ. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഒരു നാണമൊക്കെ കാണും. അതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് മാറിയിരിക്കുകയായിരുന്നു. വരും, ദൂരെ നിർത്തിയിട്ടങ്ങ് പോകും. പക്ഷെ ഇപ്പോൾ ഇങ്ങേര് ഭയങ്കര ഫ്രണ്ട്ലി ആയിപ്പോയി. ആണുങ്ങളും ഈ ചേർന്ന് കഥ പറച്ചിലൊക്കെ ആയി. അങ്ങനെ പുള്ളിക്കാരൻ വരും എടുക്കും പോവും. വന്നില്ലെങ്കിൽ പുള്ളിക്കാരത്തി ഭയങ്കര ഷൈ ആണ്. ഒന്ന് എടുക്കുന്നത് ഭയങ്കര പാടുപെട്ടിട്ടാണ്. എന്നിട്ട് എടുത്തിട്ട് തപ്പിയെടുക്കും കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത എന്തറിയാമോ, ആവശ്യമില്ലാത്തതാണെങ്കിൽ ഒരു കളയും, അവർ കഴിക്കില്ല. ഇപ്പം നോക്കിക്കോളണം. ചിലപ്പോഴത് പുള്ളിക്കാരത്തി കാണാൻ പറ്റും. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ കളഞ്ഞിട്ടങ്ങ് പോകും. അതൊക്കെ ഉണ്ട് ഇവർക്ക്. എന്നിട്ട് വേറെ വന്നെടുക്കും. എങ്ങനെയുണ്ട്. കാക്കച്ചിയാണെങ്കിൽ അവിടെ കടന്ന് കറങ്ങുകയാണ് ഇവരെ വിരട്ടിക്കൊണ്ടും. നീ ആരടാ എൻ്റെ ഭക്ഷണം കഴിക്കാൻ എന്ന രീതിയിൽ കാക്കച്ചിക്ക് ചെറിയ കോംപ്ലക്സ് ഉണ്ട്. പക്ഷേ ഇവർ വിടുന്നില്ല. ഇവർക്ക് രാവിലെ ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ, അടിച്ച് തട്ടുകയാണ് ഇവർ. കാക്കച്ചി വീണ്ടും വന്നു, അവരെ വിരട്ടി ഓടിച്ചു. പക്ഷേ അവന്മാരെവിടെ പോകാനായിട്ട് അവിടെ തന്നെ ഇരുന്ന് അങ്ങനെ ചൊറിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് രാവിലെ. നല്ല സുഖമുണ്ട്. അപ്പോൾ ഗുഡ് മോർണിംഗ് എവരിബഡി. ഓക്കെ, നല്ലൊരു ചായയായി കുടിച്ച് സ്വസ്ഥമായിട്ട് അങ്ങോട്ട് ഇരിക്കുക. പ്രകൃതിയിൽ ലയിച്ചിരിക്കാനായിട്ട് കുറച്ച് ചിത്രങ്ങൾ ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ, പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.